ഇന്ത്യൻ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർക്ക് ഇന്ത്യൻ ബാങ്കിൻ്റെ മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷനായ ഇൻഡൊയാസിസ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചു കൊണ്ടിരുന്നവർക്ക് പെട്ടെന്ന് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റാതാവുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് പിന്നീട് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യുന്നതെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇതുവരെയും ആപ്ലിക്കേഷൻ ഇന്ത്യൻ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടായിട്ടും മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാത്തവർക്കും ഈ വീഡിയോ നോക്കി അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ആക്ടിവേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് SMS പോകുന്നതിനുള്ള നിങ്ങളുടെ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിൽ സിമ്മിൽ ബാലൻസ് ഉണ്ടാവണം. അതുപോലെ ഇൻ്റർനെറ്റ് കണക്ഷനും കൃത്യമായിട്ടുണ്ടാവണം. അപ്പോൾ ഇന്ത്യൻ ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഒരു മാസം നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുമ്പോഴാണ് ആപ്ലിക്കേഷൻ ഇതുപോലെ എറർ ആവുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ മാസത്തിൽ ഒരിക്കലെങ്കിലും ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ലോഗിൻ പ്രശ്നം പരിഹരിക്കുന്നതെന്ന് നോക്കാം. ആദ്യമായി നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഇന്ത്യൻ ബാങ്കിൻ്റെ ഇൻഡൊയാസിസ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ നമ്മൾ ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഫസ്റ്റ് ഇതുപോലെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു മെസ്സേജ് ഫസ്റ്റ് വരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ആപ്ലിക്കേഷനെ ഒന്ന് മാറ്റിയിട്ട് നമ്മുടെ ഫോണിലെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. നമുക്കറിയാം നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പ്ലേ സ്റ്റോർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ അതിലേറ്റവും മുകളിൽ ഇൻഡൊയാസിസ് അല്ലെങ്കിൽ ഇന്ത്യൻ ബാങ്ക് ആപ്പ് എന്ന് നമ്മൾ സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ കാണാം. അപ്പോൾ ഇവിടെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടണാണ് വന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഓപ്പൺ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഇവിടെ വരും. അപ്പോൾ ഞാനിവിടെ അപ്ഡേറ്റ് നേരത്തെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ഓപ്പൺ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിലായിരിക്കും ഇതിന് ഇൻ്റർഫേസ് വരുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആപ്ലിക്കേഷൻ ആയിരിക്കും ഇപ്പോൾ ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലായിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിലെ ഇൻ്റർനെറ്റ് കണക്ഷൻ ഫസ്റ്റ് ഓൺ ചെയ്ത് വയ്ക്കുക. നമ്മുടെ ലൊക്കേഷനും ഫോണിൻ്റെ GPS ലൊക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. അത് മുകളിൽ ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് ഈ സംഭവം സിഗ്നൽ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിൽ നിന്നും SMS പോകാനുള്ളൊരു ബാലൻസ് ഉണ്ടാവണം. അത്രയും നമ്മൾ ഓക്കെ ആണെങ്കിൽ നമുക്കിവിടെ ഇവിടെ യെസ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇനി CIF എന്ന് പറഞ്ഞ ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ നമ്മുടെ പാസ്ബുക്കിൽ നിന്നും CIF നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനേക്കാൾ എളുപ്പമെന്ന് പറയുന്നത് നമുക്ക് മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യ എന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ നമ്മുടെ ഇന്ത്യൻ ബാങ്കുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള, അതായത് ഇന്ത്യൻ ബാങ്കിൽ നമ്മൾ അക്കൗണ്ട് എടുത്തപ്പോൾ കൊടുത്തിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ ഉണ്ടാവില്ലേ, ആ നമ്പർ നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, നമ്മൾ ഈ സെൻഡ് SMS എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൽ SMS പോകാനുള്ള ഒരു ബാലൻസ് നമുക്ക് ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും നമ്മൾ കൃത്യമായിട്ട് നോക്കുക. നമ്മുടെ ഫോണിൽ SMS പോകാനുള്ള ബാലൻസ് ഉണ്ടാവണം. അതിനുശേഷം നമ്മൾ അതിനുള്ള ഏതെങ്കിലും ഒരു SMS പാക്ക് നമ്മൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. ചില BSNL ഒക്കെ ആണെങ്കിൽ നമ്മൾ നെറ്റാണ് ചെയ്തിട്ടുള്ളെങ്കിൽ SMS പോകില്ല. അപ്പോൾ SMS-ൻ്റെ ഒരു പാക്ക് ചെയ്തതിന് ശേഷം ഈ സെൻഡ് SMS എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ സിം സെലക്ട് ചെയ്യാൻ പറയും. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഏതാണോ ആ മൊബൈൽ നമ്പറിൻ്റെ സിം ഏതാണോ, BSNL ആണോ BSNL, ജിയോ ആണോ ജിയോ, വോഡഫോൺ, നിങ്ങളുടെ ഏതാണോ അത് സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഇന്ത്യൻ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള BSNL ആണ്. അപ്പോൾ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത നമ്പറിൻ്റെ സിമ്മാണ്. അപ്പോൾ ഈ BSNL എന്ന് പറഞ്ഞ സിം ഞാൻ രണ്ടാമത്തെ സിം സെലക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് അൺഎബിൾ ടു സെൻഡ്, പ്ലീസ് ട്രൈ അഗെയിൻ, കണ്ടിന്യൂ എന്ന് പറഞ്ഞ് വരികയാണെങ്കിൽ ഓക്കെ കൊടുക്കുക. പക്ഷേ ഇവിടെ മെസ്സേജ് പോയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം, നമുക്ക് ചിലപ്പോൾ ശരിയാവും. നമ്മൾ അവിടെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തു. അപ്പോൾ തന്നെ ഇതാ കണ്ടോ, അത് ശരിയായിട്ടുണ്ട്. ഇവിടെ ഇത്തരത്തിലായിരിക്കും ഒരു ഓപ്ഷൻ വന്നിട്ടുള്ളത്. അതായത് നമുക്ക് മൊബൈൽ ബാങ്കിങ്, BIM UPA, ക്രെഡിറ്റ് കാർഡ്, ഇതെല്ലാം നമുക്ക് പ്രീ അവൈൽഡ് ആണ്. അതായത് നേരത്തെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്, ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റാത്തത്. അപ്പോൾ നമ്മളിതാ ഇവിടെ ഈ ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതായത് ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ നമുക്കൊന്ന് എനേബിൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഈ ടേംസ് ആൻഡ് കണ്ടീഷൻ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് വായിച്ചും നോക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഈ മുകളിൽ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ പ്രൊസീഡ് എന്ന് പറഞ്ഞ ബട്ടൺ നമുക്ക് കാണാം.
അതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആർ യു എവർ രജിസ്റ്റർഡ് ഇന്ത്യൻ ബാങ്ക് സർവീസ് BIM UPI വാണ്ട് ടു കണ്ടിന്യൂ എന്ന് ചോദിക്കുന്നു. ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇത്തരത്തിൽ കുറച്ച് ഓപ്ഷൻസ് വരും. ഇവിടെ നമുക്ക് നമ്മുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ് യൂസർ ID പാസ്വേഡ് അറിയാമെങ്കിൽ ആ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇനി നിങ്ങൾക്കൊരു ATM കാർഡ് ഉണ്ടെങ്കിൽ ആ ATM കാർഡിൻ്റെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ATM കാർഡിൻ്റെ മുൻവശത്തുള്ള 16 അക്ക നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുക. ഇനി എക്സ്പയറി അതിന് തൊട്ട് താഴെ എക്സ്പയറി മന്തും വർഷവും ഉണ്ടാവും, അത് നമ്മൾ ടൈപ്പ് ചെയ്ത് ATMൻ്റെ പിൻ നമ്പറും ഇവിടെ ടൈപ്പ് ചെയ്ത് പ്രൊസീഡ് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ATMൻ്റെ എക്സ്പയറി ഒക്കെ ആയിപ്പോയി അല്ലെങ്കിൽ ATM കാർഡ് ഇല്ല എങ്കിൽ നിങ്ങൾ മുൻപ് ഉപയോഗിച്ച എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു MPIN ഉണ്ടാവും. ആ MPIN നിങ്ങൾക്ക് അവിടെ ടൈപ്പ് ചെയ്താൽ മതി. അതായത് നിങ്ങൾ ഫിംഗർ പ്രിൻറ്റോ അല്ലെങ്കിൽ MPIN ഉപയോഗിച്ചായിരിക്കും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നത്. ആ പിന്ന് നിങ്ങളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ആ പിന്ന് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ആധാർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആധാർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ആധാർ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എൻ്റെ ആധാർ നമ്പറാണ് ഇവിടെ ടൈപ്പ് ചെയ്യുന്നത്. ആധാർ നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കണം ബാങ്ക് അക്കൗണ്ട്, അല്ലെങ്കിൽ ഈ ആധാർ നമ്പർ വാലിഡ് ആവില്ല. അതിനുശേഷം നമ്മളിവിടെ പ്രൊസീഡ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ആധാർ കറക്റ്റ് ആവത്തില്ലെങ്കിൽ ATM തന്നെ നിങ്ങൾ സെലക്ട് ചെയ്ത് ATM കാർഡിൻ്റെ പിൻ നമ്പർ ടൈപ്പ് ചെയ്യുക. അപ്പോൾ എനിക്ക് ആധാർ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ആധാർ നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ പ്രൊസീഡ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആധാർ നമ്പർ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കത് ആധാർ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് വെരിഫൈഡ് ആവില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ആധാർ നമ്പർ മാറ്റിയിട്ട് നമ്മൾ ആധാർ നിങ്ങൾ ബാങ്ക് അക്കൗണ്ടിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഈ ATM ഡെബിറ്റ് കാർഡ് എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ATM കാർഡിൻ്റെ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ATM കാർഡിൻ്റെ മുൻവശത്തുള്ള 16 അക്ക നമ്പർ ടൈപ്പ് ചെയ്തു. അതിനുശേഷം അതിൻ്റെ താഴെയുള്ള എക്സ്പയറി ഡേറ്റും വർഷവും ടൈപ്പ് ചെയ്തു. അതിനുശേഷം നമ്മുടെ ATM മെഷീനിൽ നിന്നും പൈസ എടുക്കുന്നതിനുള്ള 4 അക്ക പിൻ നമ്പർ ഞാനിവിടെ ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഇവിടെ പ്രൊസീഡ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ വെരിഫൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു MPIN സെറ്റ് ചെയ്യണം. അതായത് ആപ്ലിക്കേഷൻ എപ്പോഴും ഓപ്പൺ ചെയ്യാനുള്ള ഒരു ലോക്ക് പിന്നാണ്. അപ്പോൾ നമ്മൾ MPIN എന്ന് പറഞ്ഞ് ഇതാ ഇവിടെ കാണാം. ഇവിടെ നമുക്കൊരു 4 അക്ക പിൻ നമ്പർ നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അത് കൺഫേം ചെയ്യുന്നതിന് വീണ്ടും ഒരിക്കൽ കൂടെ അതേ പിൻ നമ്പർ തന്നെ വീണ്ടും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മളിവിടെ പ്രൊസീഡ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ന്യൂ MT പിൻ എന്ന് പറഞ്ഞിട്ട് ചോദിക്കും. അതായത് നമ്മൾ ആദ്യം ടൈപ്പ് ചെയ്ത MPIN ആണ്, മൊബൈൽ പിൻ നമ്പർ. ഇത് MT പിൻ എന്ന് പറഞ്ഞാൽ മൊബൈൽ ട്രാൻസാക്ഷൻ പിൻ എന്നാണ്. അതായത് നമ്മൾ ഈ ആപ്പ് ഉപയോഗിച്ച് പൈസ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ഒരു നമ്പറാണ്. അപ്പോൾ നമ്മളൊരു ഒരാൾക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുമ്പോൾ അവർ MT പിന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ഈ നമ്പറാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അതും 2 പ്രാവശ്യം ടൈപ്പ് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കാണാം യു രജിസ്ട്രേഷൻ ഹാസ് ബീൻ കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി, പ്ലീസ് ലോഗിൻ ടു കണ്ടിന്യൂ യൂസിങ് ഇന്ത്യൻ ഒയാസിസ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ് കാണും. നമുക്കൊരു മെസ്സേജും ഇതുപോലെ വരും. ഓക്കെ എന്ന് പറഞ്ഞ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഉപയോഗിക്കാൻ റെഡി ആയിട്ടുണ്ട്. മെയിൻ ഇൻ്റർഫേസ് ഇതുപോലെ വരും. ഇനി നമ്മൾ ഓപ്പൺ ചെയ്ത നേരത്തെ MPIN തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ആ MPIN ഒന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് വരുന്നതെങ്കിൽ നമ്മുടെ MPIN തെറ്റായിട്ടാണ് നമ്മൾ ടൈപ്പ് ചെയ്തതെന്നാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള MPIN ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ആവും. കണ്ടോ, ഇതുപോലെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഫിംഗർ പ്രിൻറ്റ് ഉപയോഗിച്ച് ഈ MPIN ഉപയോഗിക്കാതെ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് വെച്ച് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഫോണിൽ ബയോമെട്രിക് ഫിംഗർ പ്രിൻറ്റ് ഉണ്ടെങ്കിൽ S എന്ന് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റിൽ ഇതുപോലെ ഒന്ന് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ വിരലൊന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് കാണിക്കും. ഇനി നമുക്ക് ഫിംഗർ പ്രിൻറ്റ് ഉപയോഗിച്ച് നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും, ലോഗിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇവിടെ ഗോട്ടിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ റെഡിയായി. ഇനി വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് BIM UPI ഇവിടെ ഉപയോഗിക്കാം. നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ, നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാണാൻ ഇവിടെ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. നമ്മുടെ അക്കൗണ്ട് ബാലൻസ് കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, അക്കൗണ്ട് ബാലൻസ് കാണാം, ഡീറ്റെയിൽ എല്ലാം കാണാൻ പറ്റും. മുകളിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ബാക്ക് ബട്ടൺ വരാം.
അതിനുശേഷം ഫാസ്റ്റാഗ് റീചാർജ്, ഡെപ്പോസിറ്റ്, ഈ സർവീസ് കംപ്ലീറ്റ് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്, ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കണമെന്ന്. അപ്പോൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ ഇവിടെ ഫണ്ട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കാം. നമുക്ക് മൊബൈലൊക്കെ റീചാർജ് ചെയ്യാനും ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഈ ആപ്ലിക്കേഷൻ സംബന്ധിച്ച് എന്തെങ്കിലും സംശയമുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം.